ഹായ് ഹലോ നമസ്കാരം. ഇന്ന് വന്ന് പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. 2 ഗ്ലാസ് പച്ചരി, 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പാശിപ്പരിപ്പ്, ചെറിയ പരിപ്പുണ്ടല്ലോ അതാണ് ചെറുപരിപ്പെന്ന് പറയും, അത് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കഴിഞ്ഞ് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതിടാം. ഇതിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നു. ഞാൻ കുക്കർ അടച്ച് വയ്ക്കുന്നില്ല. എനിക്ക് നന്നായിട്ട് കുഴഞ്ഞ് വരണം. ആവശ്യമുള്ളപ്പോൾ ഞാൻ വെള്ളം കുറച്ച് ചേർക്കും, അടി പിടിക്കാതിരിക്കാനും നന്നായിട്ട് കുഴഞ്ഞ് വരാനും. ഈ കുക്കറിനകത്ത് വെച്ച് അടച്ച് വയ്ക്കുമ്പോൾ അതൊരു ഡ്രൈ ആയിട്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പിടുന്നു. ഈ വെള്ളം നന്നായിട്ട് വറ്റി കുഴഞ്ഞ പരുവത്തിലാവും. ഇതാണ് കറക്റ്റ് പൊങ്കൽ. എന്നിട്ട് ഞാൻ ഇതിൽ കടുവറുക്കാനുള്ള സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ ഉള്ളി, കടലപ്പരിപ്പ്, ഉഴുന്നമ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കായം എല്ലാം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഇഞ്ചി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ആദ്യം നെയ്യിൽ വറുത്ത് അതിൻ്റെ കൂടെ ഇടാം. പിന്നെ ഞാൻ തനിച്ചെടുത്ത് വയ്ക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങ വെളിച്ചെണ്ണ ചേർത്ത് കടുക്, ജീരകം, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഇത്തിരി ഇഞ്ചി, പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള കടലപ്പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നമ്പരിപ്പ്, കുറച്ച് നല്ല മുളക്, ഒരു സ്പൂൺ നല്ല മുളക് എല്ലാം കൂടി ഇടുക, മിക്സ് ചെയ്യുക. കായപ്പൊടി ഇതിൻ്റെ കൂടെ ഇടാം. ഞാൻ മറന്നുപോയി. സോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റായിട്ട് ഇടുമ്പോഴും ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് തട്ടി മിക്സ് ചെയ്യാം. കണ്ടോ, ഞാനിത് നല്ല കുഴഞ്ഞിട്ടിരിപ്പുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം നമ്മളെ പൊങ്കലിരിക്കാൻ. ഓക്കെ, ഇപ്പോൾ വറുത്ത് വച്ചിരിക്കുന്നതെല്ലാം നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യമുള്ളവർ നെയ്യ് വേണമെങ്കിൽ ചേർത്തോളാം. ഞാൻ നെയ്യ് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറേ കൂടെ ഇതിൽ നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊങ്കൽ നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. സോ ഞാൻ കായപ്പൊടി ഇടാൻ മറന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുകയാണ്. നിങ്ങളെല്ലാവരും കടുക് വറുക്കുമ്പോൾ കൂടെ ഇടുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഉഴുന്നവടയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് സാമ്പാറും ചട്നിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മക്കളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ, താങ്ക് യു. സാമ്പാർ ചട്നി.